പാലക്കാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പോകുമ്പോ ഒരു ഗ്രൗണ്ട് കാണും. ആ ഗ്രൗണ്ടിലായിരിക്കും നമ്മൾ സെറ്റ് ഇടുന്നത്. നാളെ അത് കായലാ. മഴ പെയ്ത് കഴിഞ്ഞാൽ, ഡാം തുറന്നു കഴിഞ്ഞാൽ അത് പിന്നെ വെള്ളം നിറയും. അങ്ങനെ ഞങ്ങക്ക് സംഭവിച്ചു. ഞങ്ങള് ഒരു 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 സെറ്റ് ഇട്ടിരിക്കുന്ന സ്ഥലം മഴ പെയ്ത് നമ്മുടെ മുമ്പിൽ അതൊരു ഒഴുക്കുള്ള വാട്ടർ ബോഡി ആയിട്ട് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ വാട്ടർ ബോഡി പിന്നെ നമുക്കത് വേണമെങ്കിൽ ഡാം തുറക്കണം, ആ വെള്ളം പോണം. ആ ഡാം തുറക്കാൻ വേണ്ടി നമുക്ക് ഗവൺമെന്റിനോട് പോയി ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനുണ്ട്, ഡാം തുറക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് അതിന്റെ നാച്ചുറൽ പ്രോസസ്സിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് അവസാനം അത് തുറന്നതിന് ശേഷം ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അത്രയും അപ്പം ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു എനിക്ക് ഇപ്പം മഴ പെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് സങ്കടം വരും. കാരണം ഇത് 17-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഓപ്പൺ ടെറൈനിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അല്ലെ. ഓപ്പൺ ടെറൈനിൽ നമ്മളിപ്പോ വൈറ്റ് ഷോട്ടും അല്ലെങ്കിൽ ഡ്രോൺ ഷോട്ടും ഒക്കെ എടുക്കുമ്പോൾ വേറെ ഒന്നും വെക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ ടെന്റുകളും എല്ലാം വെച്ചിരിക്കുന്നത് കുറെ അപ്പുറത്താണ്. അപ്പൊ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ നമ്മുടെ സങ്കടം എന്ന് പറയുന്നത് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ എങ്ങനെ അവരിപ്പം ആ കാലഘട്ടത്തിൽ ഒരു ഉടുപ്പ് പോലും ഇല്ലാതായിരിക്കും നിൽക്കുന്നത്. അപ്പൊ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ ഇവര് ഓടുന്ന കാണുമ്പോൾ നമുക്ക് വിഷമം വരും. അതുകൊണ്ട് തന്നെ നമ്മൾ അത് മാനേജ് ചെയ്യാനായിട്ട് പല സംവിധാനങ്ങളും ഈ സെറ്റിനോടൊപ്പം തന്നെ ചെയ്തു വെച്ചു.